ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലെ അടുത്ത ചാപ്റ്റർ പിടിച്ചോ. അമീൻസ് എന്ന ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്ററാണ്. ചാടി നിന്നാൽ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഇടപാട് തീർത്തുതരാം. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മിസ്സാവാൻ പാടില്ലാത്ത ചാപ്റ്ററാണ്. മിസ്സാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എല്ലാ ക്ലാസ്സിലും പറയും പോലെ നോട്ട് കിട്ടാൻ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സെയിം ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളോടൊരു ORG കോഡ് ചോദിക്കും. അപ്പോൾ ഈ കോഡ് അടിച്ചു കൊടുത്താൽ മതി. ബാക്കി ഫ്രീ മെറ്റീരിയൽ എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ട് ലഭിക്കും. ആരാണ് പ്രൈമറി അമീൻ? പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ NH2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവനാണ് പ്രൈമറി അമീൻ. അപ്പോൾ ഇവിടെ NH2 എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ദിസ് ഈസ് പ്രൈമറി അമീൻ. ഇവിടെയും NH2 എന്ന് തന്നെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ദിസ് ഈസ് ഓൾസോ പ്രൈമറി അമീൻ. NH എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി അമീൻ. N എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ദാറ്റ് ഈസ് ടെർഷറി അമീൻ. അപ്പോൾ ഞാനൊരാളെ ഇവിടെ കാണിച്ചു തരാം. ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് പറ. CH3 CH CH3 ഇവിടെ ഒരു NH2. മോനെ CH3 CH CH3 ഇവിടെ ഒരു OH ആയിരുന്നെങ്കിൽ ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്. അതെങ്ങനെ നമ്മൾ പറയാം? OH അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റ് 2 കാർബണുകളുമായി ബന്ധമുണ്ട്. എന്നാൽ ഇത് പ്രൈമറി അമീനാണ്. അപ്പോൾ കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഡിഗ്രി ഡിഫറൻറ്റാണ്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻ എന്ന് പറയുന്നത് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റു എത്ര കാർബണുകളുമായി ബന്ധമുണ്ട് എന്ന് നോക്കിയിട്ടല്ല, അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് നോക്കിയിട്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 ആണോ അത് പ്രൈമറി അമീനാണ്. അത് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ ഡിഗ്രി എന്താണെങ്കിലും ശരി അത് പ്രൈമറി അമീനാണ്. അതാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് അമീൻസിനുള്ള ഒരു ഡിഫറൻസ്. പ്രധാനമായും 3 ഹെഡിങ് പഠിച്ചു കഴിഞ്ഞാൽ അമീൻസ് എന്ന ചാപ്റ്റർ തീരും. 1 പ്രിപ്പറേഷൻ ഓഫ് അമീൻ, 2 കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് അമീൻ, 3 ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇത് കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. അമീൻസ് എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ വരാനിരിക്കുന്ന ഹെഡിങ്സ് ഒക്കെ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് ഓർക്കാനും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലൂടെ കണ്ണോടിക്കാനും എളുപ്പമായിരിക്കും. 1 റിഡക്ഷനാണ്. അതിൽ 3 സബ് ഹെഡിങ് ഉണ്ട്. നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തിയാലും സയനൈഡിന് അമൈഡിനെ റിഡക്ഷൻ നടത്തിയാലും ഒക്കെ അമീൻസ് കിട്ടും. 2, 3 വളരെ ഫേമസ് ആണ്, കേട്ടിട്ടുണ്ടാകും. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസും ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഓരോന്നും നോക്കാം. ഫസ്റ്റ് 1 റിഡക്ഷൻ. അതിൽ നൈട്രോ കോമ്പൗണ്ട്. എല്ലാ ഹെഡിങ്സും ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നു കേട്ടോ. നൈട്രോ കോമ്പൗണ്ട്, സയനൈഡ്, അമൈഡ് ഒക്കെ നേരത്തെ നിങ്ങൾക്ക് തന്നു. മോനെ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NO2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവനാണ്. ആ NO2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ NH2 എന്നാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ NO2 ഗ്രൂപ്പിനെ NH2 ആക്കി മാറ്റാൻ 4 റെഡ്യൂസിങ് ഏജൻറ് ഉണ്ട്. കാണാതെ പഠിച്ചു വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് 1 ടിൻ ബാർ HCl, സെക്കൻഡ് 1 സിങ്ക് ബാർ HCl, തേർഡ് 1 Fe ബാർ HCl ആൻഡ് ഫോർത്ത് 1 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഈ 4 പേരെ യൂസ് ചെയ്താൽ NO2 ഗ്രൂപ്പ് NH2 ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കിക്കേ. നൈട്രോ ബെൻസീൻ, ആരോ മാർക്കിന് മുകളിൽ ടിൻ ബാർ HCl. ഒന്നും നോക്കണ്ട, ടിൻ ബാർ HCl വന്നാൽ NO2 NH2 ആയിട്ട് മാറും. അനിലിൻ കിട്ടും. ബെൻസീനുകൾ NH2, അനിലിൻ കിട്ടും. ഇതിലേതാണ് ബെസ്റ്റ് എന്നെങ്ങാനും ചോദിച്ചാൽ മോനെ Fe ബാർ HCl ആണ് ഇവിടെ ബെസ്റ്റ്. കാരണം അവിടെ HCl സ്മോൾ എമൗണ്ടിൽ മതി. ബാക്കി എല്ലായിടത്തും HCl പിന്നെയും കൊടുക്കണം. ഇവിടെ HCl കുറഞ്ഞ അളവിൽ മതിയാവും. അതുകൊണ്ട് Fe ബാർ HCl ആണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അപ്പം നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി അമീൻ കിട്ടുന്നത് പോലെ സയനൈഡിനെ റിഡക്ഷൻ നടത്തിയാലും പ്രൈമറി അമീൻ കിട്ടും. മോനെ ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണേ. സയനൈഡിലെ CN വരുന്ന മാറ്റം CH2NH2 എന്നായി മാറലാണ്. അല്ലാതെ CN മൊത്തത്തിൽ NH2 ആയിട്ടല്ല മാറണേ. CN എന്തായാണ് മാറണേ? CH2NH2. ആ മാറ്റം വരുന്ന ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാരാ കിട്ടിയത്? പ്രൈമറി അമീൻ. സോ സയനൈഡിനെ റിഡക്ഷൻ നടത്തിയാലും പ്രൈമറി അമീൻ കിട്ടും. അതിന് 5 റെഡ്യൂസിങ് ഏജൻറ് ഉണ്ട്. ലിസ്റ്റ് പിടിച്ചോ, ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് 1 നിക്കൽ, സെക്കൻഡ് 1 പലേഡിയം, പ്ലാറ്റിനം. അറിയാവുന്ന ആൾക്കാരല്ലേ? ഫോർത്ത് 1 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് തന്നെ. ഫിഫ്ത്ത് 1 ഇമ്പോർട്ടൻ്റ് ആണ്, സോഡിയം ബാർ എത്തനോൾ. ഒരു പുതിയ ആളാണ്, നിങ്ങൾ വേറെ എവിടെയും കേൾക്കാത്ത ഒരാളാണ്. സോഡിയം ബാർ എത്തനോൾ ഏതുപയോഗിച്ചാലും സയനൈഡ് CH2NH2 എന്നായിട്ട് മാറും. സിമ്പിൾ റിയാക്ഷനാണ്. പ്രൈമറി അമീന് കിട്ടും. നോക്കിയേ, ബെൻസീൻ റിങ്ങിൽ CN ഉണ്ട്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചു. ബെൻസീൻ റിങ് അവിടെ തന്നെ നിൽക്കട്ടെ. CN എന്തായി മാറും എന്നാണ് ഞാൻ പറഞ്ഞത്? CH2NH2 ആയിട്ട് മാറും കേട്ടോ. അല്ലാതെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ വര വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ശീലായിക്കോളും. ബെൻസിനുകൾ ഡയറക്റ്റ് NH2 കൊടുക്കരുത്, തെറ്റാണ്. ഒരു ചെയിൻ റിയാക്ഷൻ നോക്കിയേടാ. ഇതിലെ ABC എന്നുള്ള 3 പ്രൊഡക്റ്റ് നോക്കണം. CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് HCl ആഡ് ചെയ്യുന്നു.
HCl എങ്ങനെ ആഡ് ചെയ്യുക? H ഒരിടത്തേക്കും Cl ഒരിടത്തേക്കും ആഡ് ചെയ്യുക. അപ്പോൾ A കിട്ടി. ആരാടാ? CH3CH2Cl. ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് ഒരിടത്തേക്ക് H ഒരിടത്തേക്ക് Cl ആഡ് ചെയ്തു. ക്ലോറോ ഇഥൈൻ കിട്ടി. അതിലേക്ക് KCN ആഡ് ചെയ്തു. KCN ആഡ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത് ഹാലോ ആൽക്കെയിൻ എന്ന ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ക്ലോറിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ CN കയറിയിരിക്കും. സോ CH3CH2Cn ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ സോഡിയം ബാർ എത്തനോൾ യൂസ് ചെയ്തു. സോഡിയം ബാർ എത്തനോൾ യൂസ് ചെയ്താൽ സയനൈഡ് CH2NH2 ആയിട്ട് മാറും. അപ്പോൾ സയനൈഡ് എന്തായിട്ടാണ് മാറുക? സയനൈഡ് CH2NH2 ആയിട്ട് മാറും. അപ്പോൾ സയനൈഡിന് മുമ്പുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, CH3CH2. എന്നിട്ട് സയനൈഡ് CH2NH2 എന്നായി മാറും. സോ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഈ ചെയിൻ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ 2-3 ചാപ്റ്ററൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഹെഡിങ് ആയിട്ട് തന്നില്ലെങ്കിലും ഞാൻ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തതാണ്. ഇത് സയനൈഡ് അല്ല, ഇത് ഐസോസയനൈഡാണ്. ഈ ഐസോസയനൈഡിന് റിഡക്ഷൻ നടന്നാൽ പ്രൈമറി അമീൻ കിട്ടുന്നതിന് പകരം സെക്കൻഡറി അമീൻ കിട്ടും. CN ആണെങ്കിൽ CH2NH2 ആണല്ലോ, ഇത് NC ആണ്. അപ്പോൾ NHCH3 NH എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് സെക്കൻഡറി അമീൻ. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഐസോസയനൈഡിന് റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി അമീൻ കിട്ടും. അതിനുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് 5 തന്നെയാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെയിം ആണ്, നേരത്തെ പറഞ്ഞതാണ്. റിഡക്ഷനിൽ ലാസ്റ്റ് വണ്ണാണ് അമൈഡ്. എടാ അമൈഡിൻ്റെ ഫോർമുല അറിയില്ലേ? RC ഡബിൾ ബോണ്ടോ NH2. നമ്മൾ റിഡക്ഷൻ ആണല്ലോ നടത്തണേ. എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിജൻ റിമൂവ് ചെയ്യുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഓക്സിജൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? RCNH2. എന്നിട്ട് ഇവിടെ ഹൈഡ്രജൻ അങ്ങോട്ട് ആഡ് ചെയ്തു, RCH2NH2. അപ്പോൾ റിഡക്ഷൻ ഓഫ് അമൈഡ് ഭയങ്കര എളുപ്പമാണ്. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ CH2 എന്നാക്കി മാറ്റുക. മാറ്റം വന്ന ആളെ ഞാനിവിടെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കൺവേർഷൻ നടത്താനും 5 റെഡ്യൂസിങ് ഏജൻറ്റുകളുണ്ട്. അവരെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ പഠിച്ചാൽ മതി, പിന്നീട് പലയിടത്തും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബാർ-എത്തനോൾ. അമൈഡ് എന്തായി മാറും? എടാ പ്രൈമറി അമീനായി മാറും. NH2 ആണല്ലോ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, സോ പ്രൈമറി അമീനായി മാറും. ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. CH3COOH പ്ലസ് NH3. ഇത് ഞാൻ കഴിഞ്ഞ കാർബോക്സിലിക് ആസിഡിൻ്റെ ചാപ്റ്റർ പഠിപ്പിച്ചതാണ്. CH3COOHും NH3യും കൂടി ചേർന്നാൽ എന്താ നടക്കുക? ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു Hഉം ആണ് പോകും. അപ്പോൾ A കിട്ടും. എന്താണ് A? ഇവിടുന്ന് OH പോയാൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? CH3 പറയടാ CO അല്ലേ? OH പോയി. NH3യിൽ നിന്നൊരു Hഉം പോയി, ബാക്കി അവിടെ എന്താ ഉള്ളത്? NH2. ഇപ്പോൾ കിട്ടിയതാരാ? അമൈഡ് കിട്ടി. CONH2 എന്ന് പറഞ്ഞാൽ അമൈഡാണ്. ആരോ മാർക്കിന് മുകളിൽ സോഡിയം ബാർ-എത്തനോൾ. ഇതാ ഈ പറഞ്ഞ റിയാക്ഷൻ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്നാൽ CO എന്ന ഗ്രൂപ്പ് CH2 ആയിട്ട് മാറും. സോ CH3CH2NH2. ക്ലിയർ അല്ലേ മോനെ? നെക്സ്റ്റ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. വളരെ സിമ്പിളായിട്ട് പഠിച്ചോ. ഇവൻ്റെ പേരാണ് താലിമൈഡ്. താലിമൈഡിനെ വരയ്ക്കാൻ അറിയാത്തവരോടാണ് 2 തവണ താലിമൈഡിനൊന്ന് വരച്ച് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് വരയ്ക്കാം. ബെൻസീൻ റിങ്, തൊട്ടടുത്ത പൊസിഷനിൽ ഓരോ CO ഡയറക്ട്ലി കണക്റ്റിംഗ് ടു NH ഗ്രൂപ്പ്. ഇതാണ് താലിമൈഡ്. സിമ്പിളാണ്, 2 വട്ടം വരച്ചാൽ സെറ്റാവും. റിയേജൻറ്റ് 3 ഉണ്ട്. ഓർഡറിൽ തന്നെ പറയണം. 1 KOH, 2 RX, 3 NOH. ഓർഡറിൽ തന്നെ പറയണം. ആദ്യം RX പിന്നെ KOH ആവില്ല. ആദ്യം KOH പിന്നെ RX പിന്നെ NOH. പ്രൊഡക്റ്റ് എന്താ അറിയോ? RNH2 ആണ് പ്രൊഡക്റ്റ്. RNH2 പ്രൈമറി അമീനാണ് പ്രൊഡക്റ്റ്. മോനെ ഈ പ്രൊഡക്റ്റിലേക്ക് നോക്കിക്കേ, അവിടെ ഒരു 6 ഇല്ലേ? ആ 6 ഈ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് എവിടെയാണുള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇതാ 2ാമത്തെ സ്റ്റെപ്പിലെ RXലാണ് ഈ 6 ഉള്ളത്. അപ്പോൾ ആ 6 ഇവിടെ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു NH2 ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാരൊന്നും നോക്കണ്ട. പ്രൊഡക്റ്റ് എഴുതാൻ ചോദിച്ചാൽ 2ാമത്തെ സ്റ്റെപ്പിലെ 6 ആരാണ് നോക്കുക? അത് ചിലപ്പോൾ CH3 ആയിരിക്കും. അപ്പോൾ അവിടെ CH3NH2. അത് ചിലപ്പോൾ CH3CH2 എന്നായിരിക്കും. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് CH3CH2NH2. ആ 6 ആരാണോ അതാണ് അവിടുത്തെ പ്രൊഡക്റ്റ്. സാർ ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടേ? വേണം. അതിൻ്റെ മെക്കാനിക്സ് അറിയണം. 1 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നീ പ്രൊഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ആണെങ്കിൽ നീ അതിൻ്റെ മെക്കാനിക്സ് എഴുതണം. അപ്പോൾ ഇതല്ലേടാ താലിമൈഡ്. താലിമൈഡിലേക്ക് ഓരോ സ്റ്റെപ്പും ഓരോന്നായിട്ടാണ് കാണിക്കുക. സിമ്പിളാ. മെക്കാനിസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് എടുക്കണ്ട. സിമ്പിളാ. എൻ്റെ കൂടെ ചിന്തിക്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ KOH എന്താ വരിക അറിയോ? ഈ H ഇവിടെ നിന്ന് പോയിട്ട് K ഇങ്ങോട്ട് കയറിയിരിക്കും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ്? ബെൻസീൻ ഉണ്ടെങ്കിൽ CO ഇവിടെ NH എന്നുണ്ടായിരുന്നത് NK എന്നാകും. പ്രശ്നമൊന്നുമില്ലല്ലോ. H പോയി K കയറിയിരിക്കും. H അങ്ങോട്ടാ പോകാന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഈ H ഇവിടെ ആരാ ബാക്കിയുള്ളത്? OH. അപ്പോൾ അവിടെ കൂടെ H2 ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അടുത്ത സ്റ്റെപ്പിലാണ് ഞാൻ RX കൊടുക്കണേ. RX കൊടുക്കുമ്പോൾ മോനെ ശരിക്കും ശ്രദ്ധിക്കണേ. ഈ K ഇല്ലേടാ, ഈ K വീണ്ടും റീപ്ലേസ്ഡ് ആവും. K ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് 6 ഇങ്ങോട്ട് കയറിയിരിക്കും. K പോയിട്ട് 6 കയറിയിരിക്കും. അപ്പോൾ K ആരുടെ കൂടെ പോവാ? Xൻ്റെ കൂടെ. അപ്പോൾ ഒരു KX അവിടെ നിന്ന് പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ഇവിടെ K ഉണ്ടായിരുന്നത് 6 എന്നായി മാറും.
കെയുടെ നിന്ന സ്ഥലത്ത് 6 കയറിയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഞാനിവിടെ പറയാം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്നത് ഓർത്ത് വെച്ചോ, പിന്നീട് ആവശ്യം വരും. സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഈസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അവിടെ നിന്നോട്ടെ മോനെ. ഇപ്പം നമ്മൾ ഇവിടെയാണ് നിൽക്കണേ. ഫൈനലി അതിലേക്ക് NaOH ആഡ് ചെയ്യണം. എടാ NaOH 2 എണ്ണം വേണം. അപ്പോൾ അവിടെ 2 എന്തുണ്ട്? H ഉണ്ട് അല്ലേ? 2 NaOHൽ 2 H ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടും കേട്ടോ. എന്നിട്ട് ഒരു H ഇവിടെ വരും. ഈ ബോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടും, ഒരു H ഇവിടെയും വരും. അപ്പോൾ ഈ H വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൗണ്ടർ പാർട്ട് എന്താ ഉണ്ടാവുക? ONA എന്നല്ല ഇവിടെ ഉണ്ടാവുക. H പോയി കഴിഞ്ഞാൽ ONA, ആ ONA ഇവിടെ വരും. രണ്ടാമത്തെ ഒരു ONA ഇവിടെയും വരും. സോ കഴിഞ്ഞു. ഇതാരാ റിയാക്ഷൻ? RNH2. അതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് RNH2. അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഈ RNH2 കിട്ടിയത് എന്ന്. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ആരാ? ബെൻസിൻ എങ്കിൽ COONA. ഇവിടെയും COONA. ഇയാളാണ് ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ മെക്കാനിസം ചോദിച്ചാൽ 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് എടാ എപ്പോഴും കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണെന്ന് ഞാൻ പറഞ്ഞേ? RNH2 അല്ലേ എടാ? ഈ RNH2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ 2 ബോക്സിലാക്കി വരച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. എടാ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് പ്രൈമറി ആലിഫാറ്റിക് അമീൻസ് മാത്രമായിരിക്കും. പ്രൈമറി ആയിരിക്കും, അഥവാ സെക്കൻഡറിയോ ടെർഷറിയോ ആവില്ല. ആലിഫാറ്റിക്കുമായിരിക്കും, അഥവാ അരോമാറ്റിക് ആയിരിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി ആലിഫാറ്റിക് അമീൻസ് ക്യാൻ ഓൺലി ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം പ്രൈമറി ആലിഫാറ്റിക് അമീൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. താഴെ ഞാൻ കുറച്ച് അമീൻസ് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. എടാ ഇത് പ്രൈമറി ആണോ? ആണ്. പക്ഷേ ആലിഫാറ്റിക് ആണോ? അല്ല. ഇത് അരോമാറ്റിക് ആണ്. കാരണം NH2 ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തത് ഒരു ബെൻസിൻ റിങ്ങിനോടാണ്. സോ ദിസ് ഈസ് അരോമാറ്റിക് അമീൻ. ദിസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഇത് പ്രൈമറി ആണ്, കാരണം NH2 എന്നാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇത് അരോമാറ്റിക് ആണോ? അല്ല. കാരണം എന്താ? NH2 ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിനോട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ല. ദിസ് ഈസ് ആലിഫാറ്റിക്. ഇത് ആലിഫാറ്റിക് ആണ്. സോ ഇയാളെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് പ്രൈമറി ആണോ? അല്ല, സെക്കൻഡറി ആണ്, ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് പ്രൈമറി ആണ്, ആലിഫാറ്റിക്കുമാണ്, ഇയാളെ ഉണ്ടാക്കാൻ പറ്റും. അരോമാറ്റിക് അല്ല, ബെൻസിൻ റിങ്ങിനോട് അറ്റാച്ച്ഡ് അല്ല. ഇത് ടേർഷറി ആണ്, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആരുണ്ടാക്കാൻ പറ്റും, ആരുണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ആൻസർ ഇങ്ങനെയാണ് കാണേണ്ടത്. മോനെ, പ്രൈമറി ആലിഫാറ്റിക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അരോമാറ്റിക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈമറി അരോമാറ്റിക് അമീൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. വൈ? മോനെ, നമുക്കിവിടെ കിട്ടേണ്ടത് RNH2 ആണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് RX ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ RNH2 കിട്ടണമെങ്കിൽ RX യൂസ് ചെയ്യണം. CH3NH2 എനിക്കിവിടെ കിട്ടണമെങ്കിൽ CH3Cl യൂസ് ചെയ്യണം. കളി മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിവിടെ ബെൻസിൻ റിങ്ങിൽ NH2 എന്ന് പറയുന്ന ആളെ കിട്ടണമെങ്കിൽ, ഇവനാണ് ഈ പറഞ്ഞ അരോമാറ്റിക് അമീൻ. ഇത് കിട്ടൂല എന്നാണ് ഞാൻ പറഞ്ഞേ. എന്തുകൊണ്ട് കിട്ടൂല എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇയാളെ കിട്ടണമെങ്കിൽ നമ്മളിവിടെ ബെൻസിൻ റിങ്ങിൽ ക്ലോറിൻ യൂസ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ടു പ്രൊഡ്യൂസ് അരോമാറ്റിക് അമീൻ, ടു പ്രൊഡ്യൂസ് അരോമാറ്റിക് അമീൻ, ടു പ്രൊഡ്യൂസ് അരോമാറ്റിക് അമീൻ അല്ലെങ്കിൽ അനിലീൻ ബെൻസിൻ റിങ്ങിൽ NH2 ആരെ യൂസ് ചെയ്യണം? ബെൻസിൻ റിങ്ങിൽ ക്ലോറിൻ ഷുഡ് ബി യൂസ്ഡ്. ഇയാളെ യൂസ് ചെയ്യണം. അതിനെന്താ സാറേ, അയാൾ യൂസ് ചെയ്താൽ പോരെ? പക്ഷേ ഒരു പ്രശ്നമുണ്ട് മോനെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഇസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാലോ ആൽക്കെയിൻ എന്ന ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹാലോ ആൽക്കെയിനുകൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, ഹാലോ അരീനുകൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. ദിസ് വിൽ നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇയാൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഇയാളെ യൂസ് ചെയ്തിട്ട് ഇയാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടൂല. കാരണം ഇയാൾക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം, എന്നാലേ റിയാക്ഷൻ നടക്കുള്ളൂ. അത് നടക്കൂല എന്ന് നമ്മൾ ഹാലോ ആൽക്കെയിനിൽ പറഞ്ഞിട്ടുണ്ട്. ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ എന്നൊരു ക്വസ്റ്റിന് 4 റീസൺ ഞാൻ അവിടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഒന്നും തോന്നരുത്, ഇത് പറയല്ലാതെ, ഇത് ഇങ്ങനെ പറയല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമില്ല. റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ CM അക്കാഡമിയിലേക്ക് വിളിച്ചോ. ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കും, നിങ്ങളെ റിസൾട്ടാക്കി തരും. നിങ്ങൾക്ക് MBBS കിട്ടുന്നോ എയിംസിൽ കിട്ടുന്നുള്ള വലിയ വർത്തമാനങ്ങളൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് പറ്റുന്നൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ, അത് വളരെ ഒരു സത്യമാണ്. ലോകത്ത് പലർക്കും പല പൊട്ടൻഷ്യലാണ്. നിങ്ങൾ നല്ലോണം പഠിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഡൽഹി എയിംസിൽ തന്നെ ഞങ്ങൾ വാങ്ങിത്തരും. അതല്ല, ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെയാണ് എനിക്ക് കിട്ടാൻ ചാൻസ് എന്നുണ്ടെങ്കിൽ അന്നെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനെങ്കിലും ഞങ്ങൾക്ക് പറ്റും. ഇത്രയേ ഉള്ളൂ. ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കുട്ടിക്ക് CM അക്കാഡമിയിലേക്ക് വന്നാൽ ഡൽഹി എയിംസിലേക്ക് എത്തിക്കാനുള്ള പണി ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ ഒരുപാട് സീറ്റൊന്നുമില്ല, ഉള്ള സീറ്റിലേക്ക്
ആദ്യം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ വെച്ചിട്ട് ഞങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ആകുന്ന മൊമെൻറ്റിൽ ഞങ്ങൾ ക്ലാസ്സുകൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് പോർഷൻസ് കവർ ചെയ്താൽ ഇഷ്ടം പോലെ തവണ ഈ വർഷം ഡിസംബറിൽ പോർഷൻ തീർന്നിട്ട് തന്നെ നമുക്ക് 40 നീറ്റ് മോഡൽ പരീക്ഷ നടത്താൻ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നവംബറിലോ സെപ്റ്റംബറിലോ പോർഷൻ തീർന്നു കഴിഞ്ഞാൽ ഒരു 60 100 നീറ്റ് മോഡൽ പരീക്ഷ നടത്തിയിട്ട് ഫൈനലി നിങ്ങൾ എൻട്രൻസിന് പോകുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ആ ബാച്ചിന് ക്രാഷ് ബാച്ചൊന്നുമില്ല. ക്രാഷൊക്കെ വെറുതെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെറുതെ സമയം കളയാനുള്ളൊരു കോഴ്സായിട്ടാണ് ഞാൻ പരിഗണിക്കണേ. അതുകൊണ്ട് ക്രാഷ് ഒന്നും വേണ്ട സാർ, നമുക്ക് നേരത്തെ ക്ലാസ് തുടങ്ങാം എന്നുള്ളവർ ആ ഫസ്റ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോ, എന്നെ ഡയറക്റ്റ് ആയിട്ടൊന്ന് വിളിച്ചാൽ മതി. പെട്ടെന്ന് പരിപാടി തുടങ്ങാം, പെട്ടെന്ന് പരിപാടി തീർക്കാം. നല്ല കിടിലം കോൺഫിഡൻസോട് കൂടെ അടുത്ത വർഷത്തെ എൻട്രൻസ് എഴുതാൻ പറ്റും. CM അക്കാഡമിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസിനോളം മറ്റൊരു സെൻറ്ററിൽ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ലെന്ന ഉറപ്പ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോ, 5000 അടച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈൻ ഓഫ്ലൈൻ 2 ബാച്ചുകളും അവൈലബിൾ ആണ്. ഓഫ്ലൈനാണ് ബെറ്റർ. ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ്റെ റിയേജൻ്റ് ആദ്യം നോട്ട് ചെയ്ത് വെച്ചോ. ബ്രോമിനും KOH ആണ്. ബ്രോമിനും KOH അല്ലെങ്കിൽ ബ്രോമിനും NOH പറ്റൂട്ടോ. ആരോ മാർക്കിന് മുകളിൽ ബ്രോമിനോ KOH വന്നാൽ റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ്. റിയാക്റ്റൻ്റ് അമൈഡ് ആയിരിക്കണം. ആരാടാ? അമൈഡ്. സിമ്പിൾ റിയാക്ഷൻ ആണ്. എന്താ അറിയോ, ഈ CO ഗ്രൂപ്പിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. വേഗം നോക്കിക്കോട്ടെ, ഇനി കാണില്ല. അയാളങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ആ CO നിന്ന് ഒഴിവാക്കുക. ബാക്കി എന്താ ഉള്ളത്? RNH2 എന്ന് മാത്രം ബാക്കി ഉണ്ടാവും. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. പ്രൈമറി അമീൻ കിട്ടും. സോ ഈ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ആൾ പ്രൈമറി അമീനാണ്. ഓക്കെ അല്ലേ? അടുത്ത ആൾ നോക്കിയേ. ബെൻസീൻ ഉണ്ടെങ്കിൽ CONH2, ബ്രോമിനും KOH CO ഡിലീറ്റ് ചെയ്യും. ബാക്കി എന്താ ഉണ്ടാവുക? ബെൻസീൻ ഉണ്ടെങ്കിൽ NH2 എന്ന് കിട്ടും. ബെൻസീൻ ഉണ്ടെങ്കിൽ NH2. മനസ്സിലായില്ലേ? അപ്പോൾ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇയാളുടെ അമൈഡിൽ N നമ്പർ ഓഫ് കാർബൺ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കിട്ടുന്ന പ്രൊഡക്റ്റായ അമീനിൽ N-1 നമ്പർ ഓഫ് കാർബണേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഒരു കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ 10 കാർബണുള്ള അമൈഡ് 9 കാർബണുള്ള അമീന് കിട്ടും. 8 കാർബണുള്ള അമൈഡ് യൂസ് ചെയ്താൽ 7 കാർബണുള്ള അമീന് കിട്ടും. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. 5 കാർബണുള്ള അമീൻ കിട്ടണമെങ്കിൽ എത്ര കാർബണുള്ള അമൈഡ് യൂസ് ചെയ്യണം? 6 കാർബണുള്ള അമൈഡ് യൂസ് ചെയ്യണം. അവിടെ നിന്നൊന്നും ഒഴിവാക്കിയല്ലേ 5 കിട്ടുക. ഇനി ഇതിൻ്റെ തന്നെ 2 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതൽ നിർബന്ധമാണ്. ആ ഓവറോൾ റിയാക്ഷൻ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളും കാണാതെ പഠിക്കേണ്ടതാണ്. ബാലൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കിഡിലൻ റിയാക്ഷൻ ഇങ്ങനെയാണ്. സാറേ ഇതൊക്കെ ഇനി ഒരു തലക്കെന്ന് പഠിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളവർ ആ മാർക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. വേറെ കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് 2 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒറ്റ വാക്കിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 2 മാർക്ക് ഫുള്ളായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതണം. RC ഡബിൾ ബോണ്ട് NH2, ബ്രോമിനുണ്ട് 4 KOH ഉണ്ട്. നമ്പർ ശ്രദ്ധിക്കണം, 4 KOH. നേരത്തെ പറഞ്ഞ പോലെ RNH2. പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക നിങ്ങൾക്കറിയാം. C ഡബിൾ ബോണ്ട് ഊരിയെടുത്താൽ മതി. ബൈ പ്രൊഡക്റ്റ് ഓർക്കണേ, 2 KBr, K2CO3, 2 H2O. പഠിക്കൽ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ വിട്ടേക്കുക, 1 മാർക്ക് കിട്ടുമല്ലോ, അത് മതിയോ. ബേസിസിറ്റി. ഇനി കെമിക്കൽ പ്രോപ്പർട്ടിയാണ് സംസാരിക്കണേ. ഞാൻ പറഞ്ഞു 3 പ്രധാനപ്പെട്ട ഹെഡിങ്ങിൽ, ഒന്ന് പ്രിപ്പറേഷൻ, ഒന്ന് കെമിക്കൽ പ്രോപ്പർട്ടി, മറ്റൊന്ന് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ 5 റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബേസിസിറ്റി, 2 കാർബൈലമിൻ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്, ഹിൻസ്ബർഗ് റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓരോന്നായിട്ട് പഠിച്ചോടാ. ഫസ്റ്റ് 1 ബേസിസിറ്റിയാണ്. ഈ പറയുന്ന എല്ലാവരും ബേസാണ്. ഇവർ ബേസ് ആവാനുള്ള കാരണം ഇവരിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. NH3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ബെൻസിനിൽ NH2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇവരിലൊക്കെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇവരൊക്കെ ബേസാണ്. 6 ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളല്ലേ. അപ്പോൾ ഇയാളിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിലേക്ക് ഇയാളുടെ വക കുറച്ചുകൂടെ ഇലക്ട്രോൺസിനെ കിട്ടും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ് 6. അപ്പോൾ ഇവിടെ കുറേ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ അയാളുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് എന്നേ ഉള്ളൂ, കൂടുതലൊന്നോ കുറവെന്നോ പറയാനില്ല. ഇയാളെക്കാളും കൂടുതൽ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി ഉണ്ടാവും, കാരണം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട്. എന്നാൽ ഇവിടെ ഇയാളുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈ ബെൻസീനിലേക്ക് ഇങ്ങനെ കറങ്ങാൻ പോകും റെസൊണൻസിന് വേണ്ടിയിട്ട്. സോ ഇവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ പറയടാ, ഇതിൽ ആരാ നല്ല ബേസ്? ഇവരൊക്കെ ബേസ് ആയത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ്. അതിൽ തന്നെ കൂടുതൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് ഇവിടെയാണ്. സോ ആലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ അമോണിയ, വിച്ച് ഈസ് മോർ ബേസിക് ദാൻ അരോമാറ്റിക് അമീൻസ്. അരോമാറ്റിക് അമീൻസ് വളരെ ലെസ് ബേസിക് ആണ്. എന്തുകൊണ്ടാണ് അരോമാറ്റിക് അമീൻസ് ലെസ് ബേസിക് ആയതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ടേക്കിംഗ് പാർട്ട് ഇൻ റെസൊണൻസ്. അല്ലേ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റെസൊണൻസിൽ പങ്കെടുക്കുന്നു. വിച്ച് വിൽ കോസ് അൺഅവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ. നൈട്രജൻ്റെ മുകളിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ അൺഅവൈലബിലിറ്റിക്ക് കാരണമാകുന്നു.
അങ്ങനെയാണ് അയാളുടെ ബേസിസിറ്റി കുറഞ്ഞത്. എന്തുകൊണ്ടാണ് ആലിഫാറ്റിക് അമീൻസ് കൂടുതൽ അരോമാറ്റിക് കൂടുതൽ ബേസിക് ആയത്? ഡ്യൂ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ്. ഒക്കെ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇതിന് കൂടുതൽ ചോദ്യം വർത്താനൊന്നുമില്ല, വിഴുങ്ങാനുള്ള സാധനമാണ്. ബേസിസിറ്റിയെ ബാധിക്കുന്ന ഫാക്ടറുകൾ 3 ഒന്ന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ്, 2 സ്റ്റെറിക് എഫക്റ്റ്, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓർ സോൾവേഷൻ എൻതാൽപ്പി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, ടൈമില്ല, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളത് പഠിക്കൽ മസ്റ്റാണ്. നിന്നോട് പരീക്ഷയ്ക്ക് ബേസിസിറ്റിയെ ബാധിക്കുന്ന ഫാക്ടറുകൾ ഏതെന്ന് വെച്ചാൽ ഈ 3 മാർക്ക് എഴുതിയാലും നിനക്ക് മാർക്ക് കിട്ടും. അത് പറഞ്ഞിട്ട് എഴുതിയാലും അറിയാതെ എഴുതിയാലും മാർക്ക് കിട്ടും. മോനെ, ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ച. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളിൽ ആർക്കാണ് ബേസിസിറ്റി കൂടുതൽ? ആർക്കാ ബേസിസിറ്റി കൂടുതൽ എന്ന് അറിയാൻ, ഇതാടാ പ്രൈമറി അമീന RNH2, ഇതാരടാ R2NH സെക്കൻഡറി അമീന അല്ലേ 2R, R3N എന്ന് പറഞ്ഞാൽ ടെർഷറി അമീന. ഇതിൽ ആർക്കാ ബേസിസിറ്റി കൂടുതൽ എന്നറിയാൻ ഇതിൻ്റെ കൂടെയുള്ള ഈ 6 ആരാണെന്ന് അറിയണം. എടാ, ആ R ഗ്രൂപ്പ് മീതയിലാണെങ്കിൽ അഥവാ CH3 എന്നാണെങ്കിൽ ബേസിസിറ്റി ഏറ്റവും കൂടുതലുള്ളത് സെക്കൻഡറിയാണ്, പിന്നെ പ്രൈമറിയാണ്, പിന്നെ ടെർഷറിയാണ്. മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത ഓർഡറാണ്. R ഗ്രൂപ്പ് മീതയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറിക്കാണ് ബേസിസിറ്റി, പിന്നെ പ്രൈമറി, പിന്നെ ടെർഷറി. എന്നാൽ ആ ആൽക്കിൽ ഗ്രൂപ്പ് ഈതയിലാണെങ്കിൽ അഥവാ ഇവിടെ വരുന്ന ആൽക്കിൽ ഗ്രൂപ്പ് CH3 CH2 എന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറി, പിന്നെ ടെർഷറി, പിന്നെ പ്രൈമറിയാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത വന്നാലോ ചോദിക്കൂല. പൊന്നു മോനെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ശരിക്കും ശ്രദ്ധിക്കും. മീതയിലാണെങ്കിലും ഈതയിലാണെങ്കിലും ഫസ്റ്റ് ആരെന്നെ സെക്കൻഡറി തന്നെ, ഞാൻ മറക്കൂലല്ലോ. ഇനി രണ്ടാമത് ആരാ വരിക എന്നുള്ളതിലല്ലേ കൺഫ്യൂഷൻ ഉള്ളൂ. പ്രൈമറി ടെർഷറി എന്നാണോ ടെർഷറി പ്രൈമറി എന്നാണോ എന്നല്ലേ ഇനിയിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരാനുള്ളൂ. ഞാനിങ്ങനെയാണ് ഓർക്കാറ്, മീതയിൽ എന്ന് പറഞ്ഞാൽ 1 കാർബൺ അല്ലേ, അപ്പോൾ ഈ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന നമ്പർ 1 ആയിരിക്കും. അപ്പോൾ അവിടെ അതിന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. സെക്കൻഡറി ആണ് ഏറ്റവും കൂടുതൽ, അതോർത്തു. ഓക്കെ, പിന്നെ മീതയിലാണെങ്കിൽ പ്രൈമറി ടെർഷറി എന്നാണോ ടെർഷറി പ്രൈമറി എന്നാണോ? മീതയിൽ 1 കാർബൺ, അപ്പോൾ പ്രൈമറി ടെർഷറി. ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. ABC 3 ആൾക്കാരെ ഞാൻ തന്നിട്ടുണ്ട്, അവരുടെ ഓർഡറിൽ ബേസിസിറ്റി ടോട്ടൽ അറേഞ്ച് ചെയ്യും. ഇത് ഏതാ ഗ്രൂപ്പ് എന്ന് നോക്കണം. NH2 ഇതാണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിൻ്റെ കൂടെ വരുന്ന ആൽക്കിൽ ഗ്രൂപ്പ് ഈതയിലാണ്. ഇവിടെ N ടെർഷറി ആണ്, അതിൻ്റെ കൂടെ വരുന്ന 3 ആൽക്കിൽ ഗ്രൂപ്പ് ഈതയിലാണ്. ഇവിടെയും ഈതയിലാണ്, അപ്പോൾ ഇത് സെക്കൻഡറി. ശരിയല്ലടാ? ഈതയിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി, ടെർഷറി, പ്രൈമറിയാണ് ബേസിസിറ്റി ഓർഡർ. സോ B ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ C, പിന്നെ A. കളി മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഈ പറഞ്ഞ എല്ലായിടത്തും CH3 എന്നായിരുന്നെങ്കിൽ BAC എന്നായി മാറിയനെ. ഈ പറഞ്ഞ 3 ആൾക്കാരെ ഒന്ന് ബേസിസിറ്റി ടോട്ടൽ അറേഞ്ച് ചെയ്യണം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നും വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ഡിക്രീസ് ചെയ്യുമെന്നല്ലേ ഞാൻ അപ്പോൾ പഠിപ്പിച്ച്? അല്ല സാറേ, നേരത്തെ നിങ്ങൾ തിരിച്ചല്ലേ പറഞ്ഞത്? അത് അസിഡിറ്റി. എവിടെ? കഴിഞ്ഞ ക്ലാസ്സിൽ കാർബോക്സിലിക് ആസിഡ്. ആസിഡിറ്റിയിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ബേസിസിറ്റി ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി കൂടും. സോ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കുക. NO2 ഗ്രൂപ്പ് വിഡ്രോയിങ് ഗ്രൂപ്പാണ്, CH3 ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി കൂടും. സോ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളത് C, പിന്നെ A, ഏറ്റവും കുറവ് B. ബിക്ക് എന്തുകൊണ്ട് ഏറ്റവും കുറവായി? അവിടെ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. കാർബൈലമീൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൈലമീൻ റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുമേ. കാർബൈലമീൻ റിയാക്ഷൻ്റെ മറ്റൊരു പേരാണ് ഐസോസൈനൈഡ് ടെസ്റ്റ്. ഐസോസൈനൈഡ് ടെസ്റ്റ് എന്ന് പേര് പറയാനുള്ള കാരണം ഈ റിയാക്ഷൻ ഒരു ടെസ്റ്റാണ്. ദിസ് ഈസ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. ഒരു അമീന് പ്രൈമറി അമീൻ ആണോ പ്രൈമറി അമീൻ അല്ലേ എന്ന് കാണാൻ പറ്റും. സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് കാണാൻ പറ്റില്ല. പ്രൈമറി അമീൻ ആണോ അല്ലേ എന്നറിയാൻ പറ്റും. എടാ, പ്രൈമറി അമീൻ ആണെങ്കിലാണ് ഇവിടെ ഐസോസൈനൈഡ് ഉണ്ടാവുക. പ്രൊഡക്റ്റ് ഐസോസൈനൈഡ് ആണ്, ഞാൻ വരുന്നുണ്ട്. സെക്കൻഡറി അമീനോ ടെർഷറി അമീൻ ആണെങ്കിൽ നോ റിയാക്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നോക്കിയേ? റിയേജൻറ്റ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. റിയേജൻറ്റ് അറിയണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഐസോസൈനൈഡ് ടെസ്റ്റ് ആണെന്ന് പറയാതെയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ആരോ മാർക്കിന് മുകളിലുള്ള CHCl3 KOH കണ്ടിട്ട് വേണം ഇത് ഐസോസൈനൈഡ് ടെസ്റ്റ് ആണെന്ന് നമ്മൾ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കാൻ. മോനെ, ക്ലോറോഫോമും KOHും വന്നാൽ ഐസോസൈനൈഡ് ടെസ്റ്റാണ്. പ്രൈമറി അമീനിലേക്ക് ക്ലോറോഫോമും KOHും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐസോസൈനൈഡ് കിട്ടും. ബൈ പ്രൊഡക്റ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. 3 കേസിൽ 3 വാട്ടർ വിട്ടേക്ക്, അതാണ് പഠിച്ചേക്ക്. ഐസോസൈനൈഡ് കിട്ടും. ഐസോസൈനൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ഫൗൾ സ്മെല്ലാണ്. അതുകൊണ്ട് ഐസോസൈനൈഡ് ഉണ്ടായാൽ ആ സ്മെല്ല് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുത്തന്നെ എനിക്കൊരു അമീൻ കൊണ്ടുവന്നു തന്നു, പ്രൈമറി ആണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. അപ്പോൾ ഞാൻ അതിൽ ലേശം KOHും കുറച്ച് ക്ലോറോഫോമൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് പ്രൈമറിയാണ്. സ്മെല്ല് കിട്ടണില്ലെങ്കിൽ അത് പ്രൈമറി അല്ല. സെക്കൻഡറി ആണോ ടെർഷറി ആണോ പറയാൻ പറ്റില്ല, കാര്യം സെക്കൻഡറി ടെർഷറി റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞു എന്ത്, ദിസ് ഇസ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. പ്രൈമറി അമീനിലുള്ള ടെസ്റ്റാണ്. മോനെ, റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ആരാണ് നൈട്രസ് ആസിഡ് എന്നറിയോ നിങ്ങൾക്ക്? HNO2. ഇനി ചിലപ്പോൾ അതിനെ HNO2 എന്ന് കാണൂല, ഇങ്ങനെ കാണാം, NaNO2 + HCl. അത് രണ്ടും ഒരാളാണ്.
HNO2 എന്ന് പറഞ്ഞാലും NaNO2 + HCl എന്ന് പറഞ്ഞാലും ഒരാളാണ്. ഇതാണ് ഇതിൻ്റെ ഹൃദയം. ഇത് പഠിച്ചാൽ കഴിഞ്ഞു. പ്രൈമറി ആലിഫാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിനോട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അല്ലാത്തവൻ. പ്രൈമറി ആലിഫാറ്റിക് അമീനിലേക്ക് നൈട്രസ് ആസിഡ് യൂസ് ചെയ്താൽ ആൽക്കഹോളാണ് കിട്ടുക. പ്രൈമറി ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് കിട്ടുക. കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഹൃദയം. തീർന്നു. മോനെ നോക്കടാ, CH3 CH2 NH2 ആലിഫാറ്റിക് ആണോ ആരോമാറ്റിക് ആണോ? ആലിഫാറ്റിക്. അപ്പോൾ എന്ത് കിട്ടും? ആലിഫാറ്റിക് ആണെങ്കിൽ ആൽക്കഹോൾ കിട്ടും. NH2 പോയിട്ട് അവിടെ OH വരും. CH3 CH2 OH എത്തനോൾ കിട്ടും. എന്നാൽ ദിസ് ഈസ് ആരോമാറ്റിക്. ആരോമാറ്റിക് ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടുക. ബെൻസീൻ റിങ്ങിൽ N2Cl. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. ആരോ മാർക്കിന് മുകളിൽ രണ്ടിലും HNO2 ആണ്. HNO2 എന്ന് പറഞ്ഞാൽ നൈട്രസ് ആസിഡ് ആണ്. ഇത് നൈട്രസ് ആസിഡ്, ഇത് നൈട്രസ് ആസിഡ്. ഞാൻ പഠിപ്പിച്ചു. NaNO2 + HCl എന്ന് വന്നാലും നൈട്രസ് ആസിഡ് ആണ്. ഓക്കെ അല്ലേടാ? അടുത്ത റിയാക്ഷനാണ് ഹിൻസ്ബർഗ് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ അമീൻസ് എന്ന ചാപ്റ്ററിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഉള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്നാണ് ഇതിനെ നമ്മൾ പേര് പറയുക. എന്തിനാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്? തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചത് പ്രൈമറി അമീൻ ആണോ പ്രൈമറി അമീൻ അല്ലേ എന്ന് കാണാനേ പറ്റുള്ളൂ എന്ന് ഞാൻ കാർബൈലമീൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ മോനെ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷറി ആണോ മൂന്ന് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി സെക്കൻഡറി ടേർഷറി അമീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ അത്. ആ 3 മാർക്കിന് ചോദിച്ചാൽ വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കാൻ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ്. അതിനാകെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ബെൻസീൻ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആരാണെന്നുള്ളത് മാത്രം കാണാൻ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ എളുപ്പമുണ്ട്. ഞാൻ പഠിപ്പിച്ചുതരാം. എടാ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആരാണെന്ന് അറിയാം. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ആരാടാ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. അതാരാന്നുള്ളത് ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ബെൻസീനിൽ SO2Cl. ഇനി അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും എഴുതണം. ഇതാരാന്ന് നോക്കിയേട്ടാ? RNH2 പ്രൈമറി അമീൻ. ഇതാരടാ? R2NH സെക്കൻഡറി അമീൻ. ഇതാരടാ? R3N ടെർഷറി അമീൻ. ഇത് പ്രൈമറി അമീൻ. വളരെ സിമ്പിളാണ്. ഇതാരാണെന്നൊന്ന് പറഞ്ഞു. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഇതാ ബെൻസീൻ PH. ബെൻസീൻ ഷോർട്ടാക്കിയിട്ട് PH എന്ന് എഴുതും. അതിൽ SO2Cl ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതിയത്. എന്നാൽ റിയാക്ഷൻ കാണാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടുത്തെ ഒരു Hഉം ഇവിടുത്തെ ഒരു Cl കൊണ്ട് പോകും. സിമ്പിൾ. കഴിഞ്ഞു. Hഉം Clഉം പോയ HCl പോയില്ലേടാ. ബാക്കി കണ്ണാളെടുത്ത് പറ. RNH അല്ലേ? RNH2 എന്നുണ്ടായിരുന്നു, ഒരു H പോയി, ബാക്കി RNH. അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുണ്ടാക്കി SO2PH. ഓക്കെ. എടാ ഇവനുണ്ടല്ലോ, ഈ R ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ്റെ പേര് ബെൻസീൻ സൾഫോണമൈഡ് എന്നാണ്. എന്താ പറഞ്ഞത്? R ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ പേര് ബെൻസീൻ സൾഫോണമൈഡ് എന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആറും കൂടി ഉണ്ട്. അപ്പോൾ ഇവൻ്റെ പേര് N ആൽക്കൈൽ. എന്നിലൊരു R ഉള്ള ബെൻസീൻ സൾഫോണമൈഡ്. N ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് എന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ അല്ലേടാ? N ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. ഇനി അടുത്ത ആളെന്ന് നോക്കിയാൽ സെക്കൻഡറി അമീൻ ആണെങ്കിൽ സെയിം റിയാക്ഷൻ. ഇവിടെ നിന്ന് ഒരു H പോകും, ഇവിടെ നിന്ന് ഒരു Cl പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? R2N SO2PH. അപ്പോൾ ഇവൻ്റെ പേരെന്തായിരിക്കും? N, N ഡൈ ആൽക്കൈൽ. 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, രണ്ടും എന്നിലാണ്. NN ഡൈ ആൽക്കൈൽ. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൻസീൻ സൾഫോണമൈഡ്. ടേർഷറി ആണെങ്കിൽ ഇവിടുന്ന് ക്ലോറിൻ്റെ കൂടെ പോകാൻ ഇവിടെ H ഇല്ല, അതുകൊണ്ട് നോ റിയാക്ഷൻ. അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. ഈ കാണുന്ന ആളൊക്കെ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിലും സെക്കൻഡറി അമീൻ ആണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ടേർഷറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, സാറേ പ്രൈമറി സെക്കൻഡറി തമ്മിൽ അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? അതിന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ റിയാക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല മോനെ. ഈ പ്രസിപ്പിറ്റേറ്റ് കണ്ടോ നിങ്ങൾ? ഈ പ്രസിപ്പിറ്റേറ്റിൽ ഒരു H ഇല്ലടാ. നൈട്രജൻ്റെ കൂടെ ഒരു H ഇല്ലേ? നൈട്രജൻ്റെ കൂടെ ഒരു H ഉണ്ട്. ഇവിടെ അങ്ങനെ നൈട്രജൻ്റെ കൂടെ H ഉണ്ടോ? ഇല്ല. ആ H വെച്ചിട്ട് അവരൊരു ഡിഫറൻസ് കാണിക്കും. എന്താ അറിയോ? ഈ പ്രസിപ്പിറ്റേറ്റ് ഈ H ഉള്ളത് കാരണം ഒരു ആൽക്കലിയിൽ കൊണ്ടുപോയി കലക്കി കഴിഞ്ഞാൽ ഇത് കലങ്ങും. ദിസ് പ്രസിപ്പിറ്റേറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. ദിസ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ മോനെ ശരിക്കും ശ്രദ്ധിച്ചോ. പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പോൾ ഒരു അമീൻ ഏതാണെന്ന് അറിയണം. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ എന്ന് അറിയണം. കുറച്ച് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഒഴിച്ച് നോക്കുക. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിന് നേരെ പിടിച്ചിട്ട് ഒരു ആൽക്കലിയിൽ കലക്കി വെക്കുക. കലങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രൈമറി അമീനാണ്, കലങ്ങുന്നില്ലെങ്കിൽ അത് സെക്കൻഡറി അമീനാണ്, പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നില്ലെങ്കിൽ ടെർഷറി അമീനാണ്. അപ്പോൾ നിങ്ങളോട് 3 മാർക്കിനത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ട ഡയലോഗ് ഇങ്ങനെയാണ്. ആ ഡയലോഗ് എഴുതിയിട്ട് വേണം നിങ്ങൾ ഈ റിയാക്ഷൻസ്, ഞാൻ നേരത്തെ കാണിച്ച റിയാക്ഷൻസ് ഒക്കെ എഴുതാൻ. എങ്ങനെയാണ്? പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി.
സെക്കൻഡറി അമീൻ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. സെക്കൻഡറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ് ടു ഗീവ് എ precipitate which is insoluble in alkali എന്നാവും. ടേർഷറി അമീൻ വിൽ നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. അത്രയേ ഉള്ളൂ. വളരെ കിഡിലനായിട്ടുള്ളൊരു ടെസ്റ്റാണ്, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മോനെ വളരെ അധികം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നൈട്രേഷൻ ഫ്യൂമിങ് HNO3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രേഷൻ നടക്കും. ഓക്കെ, നൈട്രേഷൻ നടന്നു കഴിഞ്ഞാൽ 3 പ്രൊഡക്റ്റ് ഉണ്ടാവും മോനെ. ബെൻസീൻ റിങ്ങിൽ NH2, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ NO2 ഉണ്ടാകും. ബെൻസീൻ റിങ്ങിൽ NH2ൻ്റെ മെറ്റാ പൊസിഷനിലും NO2 ഉണ്ടാകും. ബെൻസീൻ റിങ്ങിൽ NH2ൻ്റെ പാരാ പൊസിഷനിലും NO2 ഉണ്ടാകും. ഇതൊരു വെറൈറ്റി കാഴ്ചയല്ലേ? കാരണം NH2 എന്ന ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. ഓർത്തോയിലോ പാരയിലോ വരുള്ളൂ. പക്ഷെ ഇവിടെ മെറ്റയിലും NO2 വരുമെന്ന് മാത്രമല്ല കുറേ ഉണ്ടാകും. 47% ഇയാൾ തന്നെ ഉണ്ടാവുക. ഇതൊരു വെറും 2% ഉണ്ടാവുള്ളൂ. ബാക്കി 51% ഇയാളായിരിക്കും. അപ്പോൾ ഓർത്തോയിൽ വളരെ കുറച്ചേ വരൂ. മെറ്റയിലും പാരയിലും കൺസിഡറബിൾ എമൗണ്ടിൽ ഏകദേശം ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ NH2ൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഓർത്തോയിലും പാരയിലും അല്ലേ വരാറുള്ളൂ. ഇവിടെ എന്തുകൊണ്ട് മെറ്റയിൽ വന്നു എന്ന് ചോദ്യം വരും. കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ ഡെറിവേറ്റീവ് ഈസ് ഓൾസോ ഫോംഡ്. വൈ? അതിൻ്റെ കാരണം ഇതാണ്. NH2 ഗ്രൂപ്പില്ലടാ, ആ NH2 ഗ്രൂപ്പ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഫ്യൂമിങ് HNO3 എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ സ്ട്രോങ് അസിഡിക് കണ്ടീഷൻസിൽ ഈ NH2 ഗ്രൂപ്പ് NH3+ എന്നായി മാറാം. ഈ NH2 ഗ്രൂപ്പാണ് ഓർത്തോപാര ഡയറക്റ്റിംഗ്. പക്ഷെ അത് NH3+ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ സം ഓഫ് ദി NH2 ഗ്രൂപ്പ് ആർ കൺവേർട്ടഡ് ഇൻ ടു NH3+ ഗ്രൂപ്പ് ഇൻ സ്ട്രോങ് അസിഡിക് കണ്ടീഷൻ. ദാറ്റ് NH3+ ഗ്രൂപ്പ് ഈസ് മെറ്റാ ഡയറക്റ്റിംഗ്. അതുകൊണ്ടാണ് ഡ്യൂറിങ് നൈട്രേഷൻ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ ഡെറിവേറ്റീവും കിട്ടിയത്. NH2 മാത്രമല്ല NH3+ ആയി മാറുന്ന ആൾക്കാരും അവിടെ ഉള്ളത് കൊണ്ടാണ് മെറ്റാ ഡെറിവേറ്റീവ് കിട്ടിയത്. പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട്. ബ്രോമിനേഷൻ. എടാ ബ്രോമിനേഷൻ നടന്നാൽ ഭയങ്കര സിമ്പിളാണ്, ഒറ്റ വാക്കിൽ പരിപാടി തീരും. ബ്രോമിനും വാട്ടറുമാണ് യൂസ് ചെയ്യേണ്ടത്. എടാ NH2 ഗ്രൂപ്പിൻ്റെ എല്ലാ ഓർത്തോകളിലും പാരയിലും ഒരുമിച്ച് ബ്രോമിൻ വരും. ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ. ദിസ് ഇസ് കോൾഡ് 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ഇതൊക്കെ കുറേ കേട്ടതാണ്. ട്രൈബ്രോമോ അനിലിൻ ആൻഡ് ഇറ്റ് ഈസ് എ വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ്. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും, ഒരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി, അതാരാണ്? ഫീനോൾ ആണെങ്കിലും ഇതേപോലെ ആയിരുന്നു റിയാക്ഷൻ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എടാ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് നേരത്തെ നൈട്രേഷൻ നടത്തിയപ്പോൾ ഓർത്തോയിലും മെറ്റയിലും പാരയിലും ഒക്കെ വന്നല്ലോ. ഇങ്ങനെ മെറ്റയിലൊന്നും എനിക്ക് വരണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് സാധാരണ കിട്ടുന്ന പോലെ പാരയിലോ അല്ലെങ്കിൽ ഓർത്തോയിലൊക്കെ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? കേട്ടോട്ടടാ. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് പാരാനൈട്രോ അനിലിൻ? പാരാനൈട്രോ അനിലിൻ മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം? നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് HNO3 യൂസ് ചെയ്താൽ പാര മാത്രമല്ല മെറ്റയും കിട്ടും. ഇവിടെ എനിക്ക് പാരയും ഓർത്തോയും മാത്രം കിട്ടിയാൽ മതി. മെറ്റയിൽ ആ വരുന്ന എക്സ്ട്രാ വരവുണ്ടല്ലോ, അത് വരണ്ട. അതിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? 3 സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ്, അതായത് ഈ NH2 ഗ്രൂപ്പില്ലേടാ, ഈ NH2 ഗ്രൂപ്പ് ഭയങ്കര റിയാക്റ്റീവാണ്. ആ ഭയങ്കര റിയാക്ടിവിറ്റി കാരണമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രൊഡക്റ്റും ഇവിടെ ഉണ്ടാവണേ. ആ റിയാക്ടിവിറ്റി കുറക്കാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന 3 സ്റ്റെപ്പ് ഇതാണ്. 1 അസൈലേഷൻ, 2 നൈട്രേഷൻ, ഹൈഡ്രോളിസിസ്. ആദ്യം അസൈലേഷൻ ചെയ്യാം. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അസൈലേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ റിയാക്ടിവിറ്റി കുറയും. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? നൈട്രേഷൻ. അപ്പോഴാണല്ലോ ഈ വിഗറസ് ആക്ടിവിറ്റി ഒക്കെ ഒന്ന് കുറയും. ഈ അസൈലേഷൻ നടത്തിയതിനെ ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയാണ് ലാസ്റ്റത്തെ ഹൈഡ്രോളിസിസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബോഡി നോക്കണം. NH2 അസൈലേഷൻ നടത്തണം. ഇതാണ് അസൈലേഷൻ. CH3COCl. ഇവിടെ നിന്നൊരു ക്ലോറിനും ഇവിടെ നിന്നൊരു H കൊണ്ട് പോകും. അപ്പോൾ HCl ആണ് പോയില്ലേടാ. അപ്പോൾ ഇനി ഇവിടെ ആരുണ്ടാവുക? ബെൻസീൻ എങ്കിലും ഒരു NH ഉണ്ടാകും. ആ NHലേക്ക് ഈ COCl ഇങ്ങോട്ട് കയറിയിരിക്കും. സോ NHCOCH3. COCl അല്ല, COCH3 കയറിയിരിക്കും. നൗ ദിസ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിൻ്റെ റിയാക്ടിവിറ്റി കുറച്ച് കുറഞ്ഞു. ഇയാളുടെ അത്ര റിയാക്റ്റീവ് അല്ല ഇയാൾ. ഇനി നമ്മൾ ബ്രോമിനേഷനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏത് നൈട്രേഷനോ ഒക്കെ നടത്തുക. ഇതാ മായ്ക്കാൻ പറ്റില്ല. അതാ ബ്രോമിനേഷൻ അല്ല, നമ്മൾ ചോദ്യം ചോദിച്ചത് നൈട്രേഷനെ കുറിച്ചായതുകൊണ്ട് ഞാനിവിടെ മാറ്റുന്നുണ്ട്. ഫ്യൂമിങ് HNO3 ആഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഡയറക്റ്റ് ആയിട്ട് ഈ ഇതിലേക്ക് ഫ്യൂമിങ് HNO3 ആഡ് ചെയ്യുമ്പോഴായിരുന്നു ഈ പ്രശ്നം. ഇപ്പോൾ ആ പ്രശ്നമില്ല. ഈ ഫ്യൂമിങ് HNO3 ആഡ് ചെയ്താൽ മാന്യമായി ഓർത്തോയിലും പാരയിലും ഓരോ പ്രൊഡക്റ്റ് വീതം കിട്ടും. സോ ഇവിടെ ആരുണ്ടായിരുന്നത്? എവിടെ? ഇവിടെ NHCOCH3 അവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഓർത്തോയിൽ ഒരു NO2 വരും. അതുപോലെ NHCOCH3 ഇവിടെ ഉണ്ട്. പാരയിലൊരു NO2 വരും. ഓർത്തോയിലും പാരയിലും മാത്രമായിട്ട് കിട്ടി. ഇനി ഈ കയറി വന്ന ഗ്രൂപ്പിലിട COCH3, അതിനെ അവിടുന്ന് ഒഴിവാക്കാൻ ആണ് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുന്നത്.
ആ ആദ്യത്തിൽ നമ്മളിങ്ങനെ ഒരു തൊപ്പിട്ട് വെച്ചല്ലോ, അതിനടുത്ത് ഒഴിവാക്കാനാണ് ഹൈഡ്രോളിസിസ്. വാട്ടർ ചേർക്കുക. വാട്ടർ ചേർത്താൽ ഈ ഗ്രൂപ്പ് മൊത്തത്തിൽ പോയിട്ട് വീണ്ടും അവിടെ NH2 തന്നെ കിട്ടും. അപ്പോൾ NH2 ഇവിടെ NO2, ഇവിടെ NH2 ഇവിടെ NO2. കണ്ടോ, ഓർത്തോ നൈട്രോ അനിലിനും പാരാ നൈട്രോ അനിലിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ എന്ത് കിട്ടുന്നില്ല? മെറ്റാ ഡെറിവേറ്റീവ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഈ മെറ്റൊക്കെ കിട്ടാനുണ്ടായ കാരണം ഈ ഡയറക്റ്റ് NH2ലേക്ക് നമ്മൾ നൈട്രേഷൻ നടത്തിയതുകൊണ്ടാണ്. ഡയറക്റ്റ് നടത്തേണ്ട, ഈ സ്റ്റെപ്പ് കീപ്പ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബ്രോമിനേഷനിലും ചോദിക്കാം. നേരത്തെ ബ്രോമിനേഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടതല്ലേ? എങ്ങനെയായിരുന്നു ബ്രോമിനേഷനിലെ പ്രൊഡക്റ്റ്? എല്ലാ ഓർത്തോയിലും പാരയിലും ഒരുമിച്ച് ബ്രോമിൻ വരെയായിരുന്നു. അങ്ങനെ അല്ലാതെ ഒരു മോണോബ്രോമോ അനിലിൻ എനിക്ക് കിട്ടണമെങ്കിൽ, മോണോബ്രോമോ അനിലിൻ കിട്ടണമെങ്കിൽ, അഥവാ ഓർത്തോയിലോ പാരയിലോ മാത്രമായിട്ട് ഒരു ബ്രോമിൻ മാത്രം വരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബെൻസീൻ റിങ്ങിൽ NH2, ഇവിടെ ഒരു ബ്രോമിൻ, ഇതാണല്ലോ മോണോബ്രോമോ അനിലിൻ. ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? അനിലിനിലേക്ക് ഡയറക്റ്റായിട്ട് ബ്രോമിൻ വാട്ടർ ഒഴിക്കാൻ പാടില്ല എന്ന്. ബ്രോമിൻ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ മൂന്നോടത്തും വരും. അവിടെ മാത്രം കിട്ടണമെങ്കിൽ എന്താ സ്റ്റെപ്പ്? നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്പ് തന്നെ. വ്യത്യാസം എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് അസൈലേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് നൈട്രേഷൻ എന്നതിന് പകരം എന്താകും? ബ്രോമിനേഷൻ, തേർഡ് സ്റ്റെപ്പ് ഹൈഡ്രോളിസിസ്. സെയിം സ്റ്റെപ്പ്. എന്നിട്ട് ആ റിയാക്ഷനിൽ ഇവിടെ നേരത്തെ ഫ്യൂമിങ് HNO3ക്ക് പകരം ഇവിടെ ബ്രോമിൻ വാട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ NO2 വന്നതിന് പകരം ബ്രോമിൻ വരും. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സെയിം പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ മോണോബ്രോമോ അനിലിൻ കിട്ടാനും മോണോ നൈട്രോ അനിലിൻ കിട്ടാനും നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് കീപ്പ് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക. സൾഫണേഷൻ ഭയങ്കര സിമ്പിളാണ്. സൾഫണേഷൻ നടത്തുമ്പോൾ SO3H എന്ന ഗ്രൂപ്പാണ് കയറി വരിക. പക്ഷേ SO3H എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ്. അയാൾക്ക് ഈ ഓർത്തോയിൽ വന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാര്യം തൊട്ടടുത്തൊരു NH2 ഉള്ളതുകൊണ്ട്. അയാൾ പാരയിൽ മാത്രമേ വരുള്ളൂ. ഇവിടെ ഒരു NH2 ഉണ്ട്. സൾഫണേഷനിൽ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ആസിഡ് അല്ലേടാ, ഇതൊരു അമിനോ ഗ്രൂപ്പാണ്. സോ ദിസ് ഈസ് എ അമിനോ ആസിഡ്. ഇങ്ങനെ കിട്ടുന്ന ആളൊരു അമിനോ ആസിഡാണ്. അമിനോ ആസിഡുകൾക്ക് സിറ്റർ അയോൺ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അഥവാ ഈ ആസിഡിലെ H+ ഇങ്ങോട്ട് പോകും. അപ്പോൾ അയാൾ എക്സിസ്റ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ബെൻസീൻ റിങ്ങിൽ NH2 എന്നത് NH3+ ആകും, ഇവിടെ ഒരു SO3- ആകും. ഇങ്ങനെ ഒരു സിറ്റർ അയോൺ ഫോമിലാണ് ഇയാൾ എക്സിസ്റ്റ് ചെയ്യുക. ഇത് ഫുള്ളായിട്ടാണ് എഴുതി വെച്ചാൽ നോക്കുന്ന ആൾ ഹാപ്പി ആയിരിക്കും. കുഞ്ഞെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കുറിച്ചാണ് ചർച്ച. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ്റെ പേരെന്താടാ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ബെൻസീൻ റിങ്ങിൽ N2Cl. അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ബെൻസീൻ റിങ്ങിൽ N ട്രിപ്പിൾ ബോണ്ട് N എന്നിട്ട് പുറത്തൊരു Cl, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൊത്തത്തിൽ കോംപ്ലക്സിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇയാൾക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു അയണിക് കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതിനെ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ബെൻസീൻ റിങ്ങിൽ N2Cl എന്നൊറ്റടിക്ക് എഴുതാറ്. ഇതിൻ്റെ പ്രിപ്പറേഷനാണ് ഡൈഅസോട്ടൈസേഷൻ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈഅസോട്ടൈസേഷൻ. എക്സ്പ്ലെയിൻ ഡൈഅസോട്ടൈസേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അനിലിനാണ് എടുക്കേണ്ടത്. NaNO2+ HCl ആണ് റിയേജൻറ്റ്. 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. തണുപ്പത്തെ ഉണ്ടാക്കാവൂ. കാരണം ഈ ഉണ്ടാകുന്ന ഇവിടെ ആരാ ഉണ്ടാവുക? N2Cl, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇയാൾ ലോ ടെമ്പറേച്ചറിലേ സ്റ്റേബിൾ ആവുകയുള്ളൂ. ഹൈ ടെമ്പറേച്ചറിൽ ഇയാൾ അൺസ്റ്റേബിൾ ആണ്, വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റായി മാറും. അപ്പോൾ ഉണ്ടാകുന്ന ആൾ സ്റ്റേബിൾ ആവാനാണ് 0 to 5 ഡിഗ്രി സെൽഷ്യസിൽ റിയാക്ഷൻ നടത്തുന്നത്. അനിലിനിൽ നിന്ന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുക ബൈ യൂസിങ് NaNO2+ HCl 0 to 5 ഡിഗ്രി സെൽഷ്യസ്. വളരെ ഫേമസ് റിയാക്ഷൻ ആണ്. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ഡൈഅസോട്ടൈസേഷൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്രധാനമായും 2 ടൈപ്പ് റിയാക്ഷൻസ് ആണ് കാണിക്കുക. റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസും കപ്ലിംഗ് റിയാക്ഷൻസും. അതിൽ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഇവരൊക്കെയാണ്. എല്ലാ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിലും വൺ ഓഫ് ദി ബൈ പ്രൊഡക്റ്റ് ഈസ് നൈട്രജൻ. എല്ലാ റീപ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിലും, ഈ കാണുന്ന എല്ലാ റിയാക്ഷൻസിലും ബൈ പ്രൊഡക്റ്റ് ഒന്ന് നൈട്രജനാണ്. അപ്പോൾ ഈ N2Cl എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്നാണ് പോകും. N2Cl എന്നുള്ള ഗ്രൂപ്പാണ് പോകും. എന്നിട്ട് അതിന് പകരം വേറെ ആരെങ്കിലും കയറി വരും. അതുകൊണ്ടാണല്ലോ ഇതിന് റീപ്ലേസ്മെൻറ്റ് എന്ന് പേര് പറയുന്നത്. N2Cl ആണ് പോകും. N2Cl പോകുമ്പോൾ അവിടുത്തെ ഒരു വൺ ഓഫ് ദി ബൈ പ്രൊഡക്റ്റ് ഈസ് N2. എന്നിട്ട് ഈ റിയേജൻ്റ് ആരാണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇവിടെ ആരാ ഇനി കയറി വരിക എന്ന് പഠിക്കേണ്ടത്. ഇതിൽ കുറേ റിയാക്ഷൻസ് നിങ്ങളെ ഞാൻ പലയിടത്ത് പഠിപ്പിച്ചതാണ്. CuCl/HCl യൂസ് ചെയ്താൽ ക്ലോറിൻ വരും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻമേഴ്സ് റിയാക്ഷൻ. ഹാലോ ആൽക്കൈനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കോപ്പറും HCl മാത്രമാണെങ്കിലും ക്ലോറിൻ വരും. ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഹാലോ ആൽക്കൈനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. HbF4 എന്ന് മാത്രമാണെങ്കിൽ ഇവിടെ ഫ്ലോറിൻ വരും. പേരൊന്നുമില്ല, പേരുണ്ട്, ബാൾസ് ഷീമാൻ റിയാക്ഷൻ എന്നാണ്. എനിക്ക് അറിയാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് വേണ്ട. HbF4ഉം NaNO2 വന്നാൽ ശ്രദ്ധിക്കണം. HbF4 മാത്രമാണെങ്കിൽ ഫ്ലോറിൻ, HbF4 NaNO2 വന്നാൽ NO2 വരും. അതൊക്കെ അറിയാത്തവരുണ്ടാവും, ശ്രദ്ധിച്ചോ. CuCnഉം HCnഉം വന്നാൽ CN വരും. Ki വന്നാൽ I വരും. H2O ഹീറ്റ് വന്നാൽ OH വരും. ഇത് നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫീനോളിൻ്റെ പ്രിപ്പറേഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിട്ടേക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷനായിട്ട് പിന്നീട് വീണ്ടും വരുന്നു.
എടാ ഇവിടെയൊക്കെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ട് കേട്ടോ, ഞാനത് എഴുതാനുള്ള മടിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത് ശ്രദ്ധിക്കണേ, ഇതാരടാ എത്തനോൾ, CH3CH2OH എത്തനോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്തനോൾ. അല്ലെങ്കിൽ H3PO2 ഫോസ്ഫോറസ് ആസിഡ് എന്നാണ് പേര്. എത്തനോളോ H3PO2 ആണെങ്കിൽ ബെൻസീൻ തന്നെ കിട്ടും. ബെൻസീൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് വരും എന്ന് മനസ്സിലാക്കണം. എച്ച് വന്നാലാണല്ലോ ബെൻസീൻ, അല്ലാതെ ബാക്കിയുള്ളടത്തൊക്കെ N2Cl പോയിട്ട് വേറെ ആരോ വന്നിരുന്നു ഇവിടെ ആരും വരുന്നില്ല എന്നൊന്നും നുണ പറയരുത്. ആരാ? എച്ച് വരും, അതുകൊണ്ട് ബെൻസീൻ കിട്ടും. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൽ നിന്ന് ബെൻസീൻ കിട്ടാനുള്ള വഴി എന്താ? എത്തനോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ H3PO2 യൂസ് ചെയ്യാം. ഈ എത്തനോൾ അല്ലാതെ വേറെ ഏതെങ്കിലും ആൽക്കഹോൾ പറ്റുമോ? പറ്റൂല. കാരണം വേറെ ഏത് ആൽക്കഹോൾ വന്നാലും വേറെ റിയാക്ഷനാണ്, ഞാനത് താഴെ കൊടുത്തിട്ടുണ്ട്. എത്തനോൾ മാത്രമേ ഇവിടെ പറ്റൂ. എത്തനോൾ അല്ലാത്ത വേറെ ഏത് ആൽക്കഹോൾ വന്നാലും ഇവിടെ OR വരും, OR. അതുകൊണ്ട് പൊന്നുമോനെ എത്തനോളിൻ്റെ ആ ഒരു സ്പെഷ്യൽ കേസ് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളണം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കപ്ലിംഗ് റിയാക്ഷനാണ്. മോനെ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ N2Cl റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. N2Cl അവിടെ തന്നെ ഉണ്ടാവും. ആ N2 എന്നുള്ള ഗ്രൂപ്പ് അവിടെ തന്നെ നിലനിൽക്കും. കപ്ലിംഗ് റിയാക്ഷൻ ആരോടാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചോ. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഇത് അവിടെയാണത് അരോമാറ്റിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുള്ള അരോമാറ്റിക് കോമ്പൗണ്ടിനോട് റിയാക്ട് ചെയ്യുക. ആരെ പോലെ? ഫീനോളിനെ പോലെ. ഫീനോൾ എന്ന് പറഞ്ഞ ഇയാളാണല്ലോ, അവിടെ OH ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അനിലിനെ പോലെ, അനിലിനിൽ NH2 എക്സെട്ര ടു ഗീവ് ബ്രില്യൻ കളേർഡ് അസോ ഡൈസ്. ബ്രില്യൻ കളേർഡ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള. അസോ എന്ന് പറഞ്ഞാൽ N ഗ്രൂപ്പ് ഉള്ളവരാണ് അസോ കോമ്പൗണ്ട്സ്. ഡൈസ് എന്ന് പറഞ്ഞാൽ കളറിംഗ് മെറ്റീരിയൽസ്. ഈ റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആരാടാ കപ്ലിംഗ് റിയാക്ഷനിൽ ആരൊക്കെ പങ്കെടുക്കും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡും അരോമാറ്റിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ N2Cl ഫീനോളും തമ്മിലുള്ള റിയാക്ഷൻ പ്രോഡക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. N2Cl ഫീനോളും ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നാലും ആൻസർ എഴുതുമ്പോൾ നീ അതിനെങ്ങനെ തിരിച്ചു വെക്ക്. ഇതാണ് N2Cl, ബെൻസീനിങ് N2Cl. N2Clൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചില്ലടാ. ഇതാണ് ഫീനോൾ. നിങ്ങൾ ഈ ഫീനോളിൻ്റെ ഈ പാരാ പൊസിഷനിൽ നോക്കിയേ, ഇതല്ലടാ ഫീനോൾ. അതിൻ്റെ പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടുത്തെ ഒരു എച്ചിനെ ഞാനിവിടെ വരച്ച് കാണിക്കുകയാണ്. അയാൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഈ എച്ചും ഈ Clഉം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ ആരാടാ ബൈ പ്രൊഡക്റ്റ്? ആരാ? HCl പോയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയടാ, ഇവിടെ ഉണ്ടായിരുന്ന ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ, അതിൽ നിന്ന് ഒരു ബോണ്ട് എടുത്തിട്ട് ഈ നൈട്രജൻ നേരെ ഇങ്ങോട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ഇതാ ഒരു ബെൻസീൻ റിംഗ്, ഒരു N, ട്രിപ്പിൾ ബോണ്ടുള്ള ഡബിൾ ബോണ്ടായി ഒരു N. ആ N നേരെ അടുത്ത ബെൻസീൻ റിങ്ങിനോട് ബോണ്ട് ഉണ്ടാക്കും. ഇതാ ബെൻസീൻ റിംഗ്, ഒരു N, ഡബിൾ ബോണ്ട് N നേരെ അടുത്ത ബെൻസീൻ റിങ്ങിൻ്റെ പാരാ പൊസിഷനിലേക്ക് ബോണ്ട് ഉണ്ടാക്കി. അവിടെ ഇതിൻ്റെ പാരാ പൊസിഷനിൽ ഒരു OH കൂടി ഉണ്ട്. കുഞ്ഞെ ഞാൻ പറഞ്ഞില്ലേ N ഡബിൾ ബോണ്ട് N എന്ന് പറഞ്ഞാൽ അസോ കോമ്പൗണ്ട് എന്നാ പേര്. അതിൻ്റെ രണ്ടറ്റത്ത് ബെൻസീൻ വന്നാൽ അസോ ബെൻസീൻ. അപ്പോൾ അതിൻ്റെ പേര് അസോ ബെൻസീൻ എന്നാണ്. ഈ അസോ ബെൻസീൻ മാത്രം പോരാ, അതിൻ്റെ പാരാ പൊസിഷനിൽ ഒരു OH കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ നെയിം പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ എന്നാണ്. പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ. ഓക്കെ, പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ എന്നാണ് ആ കോമ്പൗണ്ടിൻ്റെ പേര്. ആൻഡ് അതിൻ്റെ കളറ് ഒരു ഓറഞ്ച് കളറാണ് എന്നുള്ളതും NCERT പറയുന്നുണ്ട്, ഓർത്ത് വെച്ചോളൂ. ഫൈനൽ സ്ലൈഡാണ്. N2Cl കൂടെ NH2 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാടാ, ഈ പറഞ്ഞ അതേപോലെ N2Cl ചെരിച്ച് കിടത്തുക, അനിലിൻ ചെരിച്ചെടുത്തുക. വ്യത്യാസം എന്താ ഉണ്ടാവുക? ഈ OH എന്നുണ്ടായിരുന്നതിന് പകരം NH2 എന്നാകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിലോ എല്ലാത്തിലും ഒരേപോലെ OH പകരം അവിടെ NH2 കിട്ടും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവുക, എടാ ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവും. ആ ബെൻസീൻ റിംഗ് N ഡബിൾ ബോണ്ട് N, അടുത്ത ബെൻസീൻ റിംഗ് NH2 എന്നാകും. അപ്പോൾ എൻ്റെ പേരെന്താ? പാരാ അമിനോ അസോ ബെൻസീൻ എന്നാകും. വേറെ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ദിസ് ഈസ് യെല്ലോ കളേർഡാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിനെ തന്നെ അനിലിൻ യെല്ലോ എന്നും പേര് വിളിക്കാറുണ്ട്. അനിലിൻ യെല്ലോ. കുഞ്ഞുങ്ങളെ, ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ ഉടനെ തന്നെ നിങ്ങളിലേക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മാത്രമാണ് CM അക്കാഡമിയുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മറ്റു മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ വളർത്തുന്നത്, ഞങ്ങൾക്ക് മോട്ടീവ് ഫോഴ്സ് തരുന്നത്. എന്തുണ്ടെങ്കിലും എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.